ഹലോ ഗൈസ്, നമ്മളിന്ന് ഈവനിങ് വ്ളോഗാണ്. നടക്കാൻ പോവാണ് ഗൈസ്. 2 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇവരെൻ്റെ കസിൻസും കൂടിയാണ്. ഇതാണ് ഗൈസ് എൻ്റെ മറ്റൊരു സബ്സ്ക്രൈബർ. സോ ഗൈസ്, നമ്മൾ ആടുന്ന പലത്തിൽ കയറാൻ പോവാണ്. കണ്ടോ, ബിൻ്റെയാണ് ആദ്യം കയറാൻ പോകുന്നത്. വലിയ കാര്യത്തിൽ നടക്കുന്നുണ്ട്. എവിടം വരെ പോകുന്നത് എനിക്കൊന്ന് കാണണേ ഉള്ളൂ. പുറകെ ദീലിച്ചു മെല്ലെ നടക്കണേ, പാറിപ്പോയേക്കരുത്. അവളെ നടപ്പൊക്കെ കാണുന്നതാ. ഒരു കാറ്റ് വന്ന് ഒരു ശക്തിക്കൊരു കാറ്റ് വന്ന് അവള് പാറും. എന്നിട്ട് അവളെ നടക്കും. എടി, അവിടെ ഒരു കുഴിയുണ്ട്, അതിൽ കൂടെ താഴെ വീണേക്കല്ലേ. അവളാ ഈ കുഴിക്കകത്ത് വീഴാവുന്നതേ ഉള്ളൂ. അവളൊക്കെ വറ്റി കിടക്കുവാണ്, കണ്ടോ. പക്ഷെ വീണാ ചത്തുപോവും. അവിടെ വെള്ളമുണ്ട്. എനിവേ, നമ്മൾ ഇതിനെ നടുക്ക് വന്നിരിക്കുകയാണ് കൂട്ടുകാര്. ബിൻ്റെ ഓൾറെഡി ഇവിടെ എത്തി വിജയം സ്ഥാപിച്ചിരിക്കുന്നു. എനിക്ക് അത്ര പേടിയൊന്നുമില്ല. പിന്നെ അമ്മേ. അപ്പോൾ ഗൈസ്, നമ്മൾ പാലം കടന്നിരിക്കുന്നു. സോ ഗൈസ്, നമ്മളിപ്പോൾ ഊഞ്ഞാലാടുകയാണ്. ഊഞ്ഞാൽ. പിന്നെ നമ്മൾ ഇവിടെ അടുത്ത് കയാക്കിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ കയാക്കിങ്ങിന് പോകാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബോട്ടിങ്ങിന് പോകും. നമ്മൾ എന്തിനാണ് പോകുന്നത് ശരിക്കും? പെഡൽ ബോട്ടിങ്ങിനാണ് നമ്മൾ പോകുന്നത്. എനിക്കറിയത്തില്ല, നീയല്ല എന്നെ ഓരോന്നിനൊക്കെ വിളിച്ചോണ്ട് പോകുന്നത്. ബിൻ്റെ തകർത്താടുകയാണ്. അതെ, വല്ലാത്തൊരു സൗണ്ട്, പേടിയാവുന്നുണ്ട്. 1 2 3 എന്നൊക്കെ ഞാനില്ല, അങ്ങ് ആടിയാൽ മതി. ആ പാറിപ്പോയേക്കല്ലേ ആ വഴി. സോ ഗൈസ്, നമ്മൾ കയാക്കിങ്ങിൻ്റെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ പെഡൽ ബോട്ടിൽ കയറാൻ പോവാണ്. കയാക്കിങ് ചെയ്യാൻ എനിക്ക് പേടിയാണ്, കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലേ പോവാ. ഒറ്റയ്ക്ക് പോകണം. ആ 2 പേരുണ്ടല്ലോ, ഞാൻ പോവുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. ഒറ്റയ്ക്ക് പോകുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല. ഇത് വലിയ മരം വീണെടുക്കുക. അവർ ഡീഫോറസ്റ്റേഷൻ ചെയ്യുക. അവർ ഡീഫോറസ്റ്റിംഗ് ആണ് ഗൈസ് ഇവിടെ. ഇതൊന്നും അറിയത്തില്ല. പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്യുന്നതല്ലേ എന്ന് വെച്ചാ ഇതൊന്നും അറിയാതെ എൻ്റെ കൂടെ വന്നേക്കും എന്നെ കുഴിച്ചായിരിക്കും. ഒന്നും അറിയാതെ വരുവാ എൻ്റെ കൂടെ. ഇതെന്തുവാ ഇത്? ഇത് ടൈറ്റാ. മതി. യോ ഗൈസ്, ഇപ്പൊ നമ്മൾ അത് പിന്നെ ബ്ലോഗ് നീ എടുക്കൂ. സമ്മയ്ക്ക് വരും ഒരു തരത്തി. എടി, ഞാനൊരു നല്ല ഡ്രൈവറാണ്, നീ അതൊന്നും പേടിക്കണ്ട. ഞാൻ സെറ്റാക്കിയാൽ മതി. എനിക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, പക്ഷെ എനിക്ക് വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ അറിയാം. റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനും എനിക്കറിയത്തില്ല, എനിക്ക് ലൈസൻസും ഇല്ല. പക്ഷെ ഞാൻ വെള്ളത്തിൽ കൂടെ തീ പാറിക്കും. കണ്ടു. ഈ ഗായ്സ്, നമ്മളപ്പോൾ പെഡൽ ബോട്ടിങ്ങിന് പോവാണ് ഗായ്സ്. വലിയ വെള്ളമൊന്നുമില്ല, ചെറിയ വെള്ളമേ ഉള്ളൂ. പിന്നെ നമുക്ക്, ഞാനാണ് ഡ്രൈവർ, അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഞാൻ ജീവനോടെ എല്ലാവരെയും തിരിച്ചെത്തിക്കുന്നതായിരിക്കും. ഇല്ല ഗൈസ്, ബിൻ്റെ അവിടെ കിടന്ന് ആഞ്ഞ് ചവിട്ടുന്നുണ്ട്. ഇത് റിസൾട്ട് വന്ന ടെൻഷനിലാണ് ഗൈസ്. +1 റിസൾട്ട് വന്നതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. ഇത് അന്താളിപ്പാണ്. വെള്ളം ചവിട്ടുക. എടി, ഇത് ഇങ്ങോട്ടല്ല, അങ്ങോട്ട് ഓടി. നമ്മള് വഴി തിരിച്ചു വിടുക, വഴി തെറ്റിക്കാൻ. എടി, നീ ഇതെങ്ങോട്ടാടി പോകുന്നേ? അങ്ങോട്ട് പോ. ഇവള് വേറെ ഇങ്ങോട്ടൊക്കെയോ പോവാ. ഇതാണ് ഗൈസ് ചെറുപുഴയിലത്തെ ഞങ്ങളുടെ വലിയ പുഴ. ഇതാണ് ഗൈസ്. ഇത് ബിൻ്റെയുടെ കാലുകളാണ്. ബിൻ്റെയാണ് ഇപ്പൊ ചവിട്ടുന്നത്. എടി, അങ്ങോട്ട് പോ. നീ എന്തിനാ ഈ സൈഡിലോട്ട് തിരിച്ചോണ്ട് പോകുന്നത്? അവിടെ കാടാ. ഇവിടെയൊക്കെ നല്ല ആഴം കാണും കേട്ടോ ബിൻ്റെ. ആ ശരിയാ, ഇതിനകത്ത്. ഓ ഗൈസ്, ഇത് പറഞ്ഞ പോലെ മുതലുണ്ട്. ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. ഈ കിടക്കുന്ന മുതലയാണോ? ആണോ? അല്ല.
പിന്നെ ചവിട്ടി ചവിട്ടി ചത്തിരിക്കുന്നു കായ്സ്. എടി ഇവളെങ്ങോട്ടേക്കോ തിരിച്ചു വിടും. എന്തോ നിന്ന് പോയത് ഇത്? നിന്ന് പോയ വെള്ളത്തിൽ പെട്ടുപോകും, ഞാൻ പറഞ്ഞേക്കാം. എടി അങ്ങോട്ട് തിരിയടി. നിനക്കെന്താടി നിങ്ങൾ ഈ മരത്തിന്റെ അടിയിലൊക്കെ എന്നെ കൊണ്ട് കയറ്റുക? ഇത് അടിപൊളിയായിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന് ആൻസർ കൊടുക്കാം. ഇപ്പം 5 എണ്ണത്തിന് ആൻസർ കൊടുക്കാം അല്ലേ? എടി അങ്ങോട്ട് തിരിയടി. ഇവിടെ കണ്ടാ തന്നെ പേടിയാ. ഇവൾ ഈ മരത്തിന്റെ അടിയിൽ എന്നെ കൊണ്ട് കയറ്റാൻ പോയത്. ഇപ്പം ഇതിനകത്തൊക്കെ ശരിക്കും കാണുന്ന പോലെയല്ല, നല്ല ഇരുട്ടുണ്ട് കൂട്ടുകാരി. ഓക്കെ, യു സീ സമ്മൺ വിത്ത് എനി ടൈപ്പ് ഓഫ് വെപ്പൺ. എന്തെങ്കിലും ആയുധമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം ഓടും. ഞാൻ കണ്ടം വഴി ഓടും. നീയോ? നീ എന്തെടുക്കും? അയ്യേ, ഞാനൊന്നും ഒന്നും എടുക്കൂല. ഞാൻ 4 കാലം ഞാൻ ഓടി എൻ്റെ വീട്ടിൽ എത്തും. നിങ്ങൾ എന്തെടുക്കൂടി? ഓടുമല്ലേ? ഞങ്ങളൊക്കെ ഓടും. എടി അങ്ങോട്ട് ഒരാളുടെ ഷർട്ട് തൂങ്ങിക്കിടക്കുന്നു. എടി നീ അങ്ങോട്ട് തിരി. ഇവളുടെ കൂടെ വന്നത് തെറ്റായി പോയിരുന്നു. അവിടെ ഒരു കല്ലുണ്ട്, ടൈറ്റാനിക്ക് പോയി ഇടിച്ച പോലെ. കല്ലിന്റെ പോയി ഇടിച്ചേക്കല്ലേ ഞാൻ പറഞ്ഞ കഥ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ കൊണ്ട്. ഓക്കെ, ഇവൾ എന്നെ ബിട്രൈ ചെയ്താൽ ഞാൻ എന്തോ എടുക്കുന്നു. എടി ഞാൻ അന്നേരെ പറഞ്ഞു ടൈറ്റാനിക് പോലത്തെ കുഴിയിലൊന്നും പോയി ചാടരുത്. ഇത് പറയാ ഇതിൻ്റെ അടി പറയാ. എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. മിഷൻ സക്സസ്ഫുൾ. ഇഫ് യുവർ അക്കൗണ്ട് ഗെറ്റ് ഹാക്ഡ്, വാട്ട് യു ഡു? എങ്ങനെയാലും കരഞ്ഞ് കാല് പിടിച്ച് ആരെങ്കിലുമൊക്കെ വിളിച്ച് ഞാൻ ശരിയാക്കി. കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉടനെ വേറെ അക്കൗണ്ട് തുടങ്ങും. ആവാതിരിക്കട്ടെ. എടി അങ്ങോട്ട് പോയി. ഇവിടേക്ക് പാറ. എൻ്റെ ബിൻ്റെ അടുക്കൂടെ പോയാൽ നമുക്ക് തിരിക്കാൻ പറ്റില്ല. If you had 3 wishes from a deity, what do you wish for? എനിക്കറിയത്തില്ല. അങ്ങനെയാണ് ഞാൻ ഇൻവിസിബിൾ ആകും ഫസ്റ്റ്. പിന്നെ ലോകത്തുള്ള എല്ലാ സൂപ്പർ പവേഴ്സും ഞാൻ എടുക്കും. പിന്നെ എന്ത് ചെയ്തു? ഞാൻ ഡ്രൈവ് ചെയ്യുന്ന കണ്ടില്ലേ? ഞാൻ പിന്നെ എന്തെടുക്കുക? ഞാൻ മൾട്ടി ടാസ്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ. കണ്ടോ, ബിയറിൻ്റെ കുപ്പി വെക്കി വെള്ളത്തിൽ കിടക്കുക. ഇവിടുത്തെ തെണ്ടികളൊക്കെ ഇവിടെ പൊല്യൂട്ടഡ് ആക്കിയിട്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇത് വന്ന് ക്ലീൻ ചെയ്യാം. അല്ല, പിന്നെ വീട്ടിൽ നിന്ന് വല്ലപ്പോഴേ ഞാൻ വെള്ളി ഇറങ്ങുള്ളൂ. അതൊരു പ്രശ്നം. കുറച്ചു നേരം നിർത്തിയിട്ട് തന്നെ പോകാൻ നോക്കാമല്ലോ. അയ്യോ, കാല് കഴിക്കുന്നു. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇതിൻ്റെ നടുക്ക് വന്നേക്കാണ്. അപ്പുറം ഇപ്പുറം മരം മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ മുഴുവൻ ഞങ്ങൾ 4 പേരും മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ട പേടിയോ കാണിച്ചാ? കുരങ്ങുണ്ട്. ആ ശരിയാ, ഞാൻ അന്ന് ആ പുഴ പോയപ്പോൾ അവിടെ കുരങ്ങുണ്ടായിരുന്നു. കണ്ടോ വാ, നമ്മൾ വണ്ടി തിരിക്കുകയാണ് കൂട്ടുകാരെ. തിരിക്കുവാണോ ഇപ്പം? What will you do today if the world was ending tomorrow? നീ എന്തു ചെയ്യും? മലകയറാൻ പോകും. ഞാനാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കുളി ഞാൻ കുളിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ, നാളെ ലോകം അവസാനിക്കുകയാണെങ്കിൽ ഇന്ന് ആദ്യം ചെയ്യുന്ന ഞാൻ കുളിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു നല്ല ഉറക്കം. Who will you call when you've been in a problem? പിന്നീനെ വിളിക്കുമെന്ന് ഞാൻ. എന്നിട്ട്
അവള് പറയും 1 മിനിറ്റ് ഞാൻ എൻ്റെ വീട്ടിലൊന്ന് ചോദിക്കട്ടെ എന്ന് ഇവള് പറയും. ഞാൻ ആദ്യം എൻ്റെ അമ്മേനെ അല്ല ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്കും. പൈസ എന്നെ അതെന്തടി പാമ്പോ നടക്കെന്തോ വല്ല ഇലയുമായിരിക്കും. നീ എന്തിനാടി എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? എടി റോസ് പൂവ് നീ അത് കണ്ടോ? കണ്ടു. ഞാൻ ഇപ്പഴാണെന്ന്. ആ ഓക്കെ. വെൻ യുവർ ഡോഗ് റൺ അവേ ഫ്രം യു. കഴിഞ്ഞ ദിവസം കോക്കോ ഇറങ്ങി ഓടി. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ചെമ്പരത്തിയുടെ വടി വെച്ചിട്ട് തെലങ്ങും വിലങ്ങും കാലിനടി കിട്ടി. അപ്പം ശരിയായി. ഇഫ് സമ്മൺ ലോക്സ് യു ഇൻ എ റൂം ഫുൾ ഓഫ് ഡാർക്ക്നെസ് ഫോർ എ മന്ത്. അങ്ങനെയാണ് എനിക്ക് സന്തോഷമുള്ളത്. എനിക്ക് എൻ്റെ ഫോണൊന്നും കിട്ടിയാൽ എനിക്ക് അല്ലെങ്കിൽ ഈ ഭയങ്കര ലൈറ്റുള്ള റൂമിൽ ഇരിക്കാനൊന്നും ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഡാർക്കാണ് ഇഷ്ടം. റൂമൊക്കെ ഇരുട്ടത്താണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. വണ്ടി ഓടിക്കുക. സോ ഗൈസ്, നമ്മളിപ്പം നേച്ചർ ബ്യൂട്ടിയുടെ നടുക്കാണ് നിൽക്കുന്നത്. കണ്ടോ, മണ്ടയ്ക്ക് ആകാശം, താഴെ വെള്ളം, സൈഡിലൊക്കെ പച്ചപ്പാണ്. അയ്യോ അങ്ങോട്ടാ ഞാനിതേ പിടിച്ചതും പറഞ്ഞ എൻ്റെ കോൺസെൻട്രേഷൻ ഇതിലല്ല കേട്ടോ. എടി ഇങ്ങോട്ടാടി പോകുന്നേ. എടി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ചവിട്ടിയാൽ മതി, അപ്പൊ ശരിയാവും. എടി അവിടെ കണ്ടോ എന്തോ ഒരു സാധനം ഉണ്ട് അവിടെ. ഞാൻ ഈ സൈഡില്, നമുക്ക് ആ സൈഡിൽ കൂടെ പോവാം. വേണ്ട, അതെന്താ പാമ്പാണോ? ഞാൻ ചോദിച്ചു. ആ അനങ്ങുന്നുണ്ടല്ലോ. എടി ഓ ഗൈസ്, വെള്ളത്തിൽ പാമ്പ് കിടക്കുന്ന പോലെ തോന്നുന്നു. മുന്നോട്ട് വരുന്നുണ്ട്. അത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ണു അല്ലടി എന്തോ ഒരു സാധനം അവിടെ കിടപ്പുണ്ട്. അത് പാമ്പാണെന്ന് തോന്നുന്നു. നോക്കാം. അമ്മോ ഇതിന്റെ ധൈര്യം. അപ്പുറത്തെ സൈഡിൽ പോയി. എടി ഇത് കണ്ടിട്ട് അതിന്റെ വാലാണോ സാധനം അനങ്ങുന്നേ? ഓ ഗൈസ് കണ്ടോ? എനിക്കെങ്ങനെ അറിയാനാ? എന്താടി അതിന്റെ അറ്റത്ത് നനങ്ങുന്നേ? എടി ഇത് പാമ്പൊന്നും ആയിരിക്കുമല്ലോ, നല്ല വള്ളിയും കമ്പുമായിരിക്കും. എടി നീ എങ്ങോട്ടാ തിരിച്ച് എന്നെ കാട്ടിക്കൊണ്ടുവന്ന്? എടി അങ്ങോട്ട് പോടി, നോക്കാം. എടി നീ ജസ്റ്റ് അങ്ങോട്ട് നിരീ. എടി പാമ്പൊന്നും അല്ല. എടി എടി പോർക്കേ, അത് പാമ്പല്ല. പാമ്പാണെങ്കിൽ കൈ വെക്ക്. കമ്പോ? എടി ഇത് നീങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇതാണ്ട്, ഇത് നീ എന്നെ കാട്ടിലോട്ടാ കൊണ്ടുപോകുന്നു. അയ്യ അത് കമ്പ. ഇവിടെയൊക്കെ പാറയാ. ഓല പണ്ടത് എങ്ങോട്ടാ പോണേ? നിന്റെ കാല് ഊഷ്മളതയോ? ഇത് കൊണ്ട് ഇതാണ് ഞങ്ങളുടെ ചെറുപുഴയിലെ പച്ചപ്പ് ഊഷ്മളതയോ. പേടിച്ചു പോയല്ലോ. എവിടെ പോവാ? നീ എവിടെ പോവാന്ന് തിരിച്ചിട്ട്? നിന്റെ കയ്യിലാണോ ആ സാധനം ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല എന്റെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്നും പറഞ്ഞ എന്നെ നോക്കരുത്. അല്ല, ഞാൻ ഈ സാധനത്തെ പിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞ് ഇവളെ എന്നെ നോക്കിയേക്കുവാ. ഞാനിപ്പോ വ്ലോഗ് നീ എടുക്കുവോ? ഗൈസ്, നമ്മൾ ചവിട്ടി ചവിട്ടി ദേണ്ടി നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് തിന്നാൻ പോകും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ മികവാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ദൂരം ഞാൻ തന്നെ ചവിട്ടി 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 ഈ 3 പേരെയും കൊണ്ടുപോയി തിരിച്ചെത്തിച്ചു സേഫ് ആൻഡ് സെക്യൂർ. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാം. സോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുവാണ്. അൽഫാം മന്തി. യെസ്. ഡ്രിങ്ക്സ് എന്താ ഉള്ളത്?
ജ്യൂസ് ഫ്രഷ് പൈനാപ്പിൾ അല്ലേ മാംഗോയാ 2 മാംഗോ 2 പൈനാപ്പിൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് അൽഫാം മന്തിയും പൈനാപ്പിൾ ജ്യൂസും പിന്നെ ഇവ രണ്ടേരും മാംഗോ ജ്യൂസും ആണ് കുടിക്കാൻ പോകുന്നത്. അല്ലേ ഇതിൻ്റെ എന്ത് പറ്റി? അപ്പം ഞാനത് കിടക്കുമായിരുന്നു ഇപ്പോൾ. യോ ഗൈസ്, നമ്മുടെ മന്തി വന്നു ഗൈസ്. ഇത്രയും ഞങ്ങൾ കഴിച്ച് തീരത്തില്ല, അത് വേറെ കാര്യം. ഞാൻ ഇതിനകത്ത് അൽഫാം മാത്രം കഴിക്കും, കുറച്ച് മന്തിയും കഴിക്കും. ബാക്കി മൊത്തം എന്താ ബിൻ്റെ തിന്നും. ബിൻ്റെ തിന്നാൻ പോവാ. സോ ഗൈസ്, നമ്മൾ ഫുഡും കഴിച്ചു. ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ് ഗൈസ്. ബൈ. ഞാൻ എൻ്റെ വീട്ടിൽ പോട്ടെ. ബൈ ബൈ. ബൈ.